ചങ്കളെ എന്താ പാടപ്പം ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കുന്ന ഒരു അലാക്കിന്റെ ഒരു മീൻ വന്നിക്കണം. ഇവിടുന്ന് ഈ പാലസ് നിന്ന് വന്നതാണ്. ഇവിടുന്ന് ഇടക്കിടക്ക് ഇങ്ങനെ വരലുണ്ട്. ഏകദേശം എന്റെ അറിവിൽ ഒരു 40-45-50 കിലോന്റെ ഉള്ളിൽ ഉണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ കാണുമ്പോൾ ചെറിയ മീനാണെങ്കിലും അതിന്റെ തൊള്ളൊക്കെ കണ്ടു നമുക്ക് മനസ്സിലാണ്ടോ ഒരു കുടുംബത്തിന് താമസിക്കാം. ആജാതി തൊള്ളയും ആജാതി പള്ളയും ഫുള്ളൊക്കെ ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് വരിക. അപ്പൊ അത് ഫുള്ള് ഐസ് വഹിക്കാരം. എന്തായാലും ഞാനത് കട്ടിങ് തുടങ്ങി. ഇങ്ങോട്ടോ നോക്കുകയാണെങ്കിൽ നല്ല മലേഷ്യയിലെ അതേ കളറിലുള്ള മീൻ. ഈ മീൻ ഇവിടെ കുബാബ് എന്ന് പറയും. നമ്മുടെ നാട്ടിൽ കേദര എന്ന് പറയുന്ന സാധനമാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ മീൻ കട്ടിങ്ങിൽ ഞാൻ വലിയ എക്സ്പീരിയൻസ് ഒന്നല്ല. അങ്ങനെ 5-6 വട്ടം മീൻ വന്നപ്പോ അങ്ങനെ കട്ട് ചെയ്തിട്ട് ചെറിയൊരു അറിവ് കിട്ടി. അത് വെച്ചിട്ടാണ് ഇപ്പൊ ഈ കട്ട് ചെയ്യണത്. കട്ടിങ്ങിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഐസ് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കൊണ്ട് നല്ല വൃത്തിയിൽ കട്ട് ചെയ്യാൻ പറ്റില്ല. ഫുൾ ഐസാണ്. അപ്പൊ ഐസിൽ വെച്ച് കട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല ഭംഗിയിൽ ഇങ്ങനെ ശരിക്കും മരം കട്ട് ചെയ്ത മാതിരി കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഒരു 10-45 കിലോ എന്ന് പറയുന്നത് എന്താ പറയുക, ഇത് 2 ആൾ പിടിച്ചിട്ടാണ് ഇത് ഇങ്ങോട്ട് കൂടുന്നത്. പിന്നെ ഒന്നെ കൊണ്ട് ഒറ്റക്ക് എന്തായാലും ഇത് പിടിച്ചാൽ പൊന്തണൂല. അത്ര കാനുണ്ട് ആ സാധനം. അത്യാവശ്യം വലിപ്പുണ്ട്. എന്തായാലും നല്ല ചോരി നീരൊക്കെ ഉണ്ട്. മീൻ ഞാൻ താങ്ങി പിടിച്ച് നിർത്തിയപ്പോഴേ ആരുടെ ഉയരണ്ട് ഈ മീൻ. അപ്പൊ എന്തായാലും വയസ്സിന്റെ കാര്യത്തിൽ ചിലപ്പോ മീനിനേക്കായി 2 വയസ്സ് എനിക്ക് കുറയിക്കാരെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇതേമാതിരി കട്ട് ചെയ്തിട്ട് വെക്കും. ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഞങ്ങൾ കട്ട് ചെയ്തിട്ട് ആദ്യം വെച്ചിരുന്നു. അതൊക്കെ ഒരുപാട് പണിയാണ്. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് സല്ലാജിക്കാണ് വെക്കുക, ഫ്രീസർക്ക് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യും, ആവശ്യത്തിനുള്ള എടുത്തിട്ട് ഉണ്ടാക്കി കൊടുക്കുക. ഇതിന്റെ ആ പുറത്തെ തൊലി കളയണം കേട്ടോ. ഭയങ്കര കനാണ്. ടയർ മാതിരിയാണ് ആ പുറത്തെ തൊലി. ഈ മീൻ തിന്നുന്നത് ഈ ഈത്തപ്പഴം തിന്നതിന് തുല്യാണ്. ശരീരം നല്ല ചൂടാവും. അനുഭവം കൊണ്ട് പറയാണ്. അപ്പൊ ഈ മീൻ സാധാരണ ഞങ്ങൾ ഇതിന്റെ ചെറിയ മീൻ കൊടുത്തിട്ട് നന്നായിട്ട് ഉപ്പ് തേച്ചിട്ട് ഓവനിലോ കരിയിലോ വെച്ച് ചുട്ടെടുക്കലാണ്. അവിടെ ആ മരപ്പൂൾ മാതിരി ഉണ്ടാവും. നമ്മൾക്ക് നാട്ടിലുള്ളവർക്കൊന്നും തിന്നാൻ കഴിയൂല. ഇവിടെ നമുക്ക് അത് തിന്ന് ശീലായി. ഇവിടെ അതിങ്ങനെ പൊട്ടിച്ചിട്ട് വന്ന് മാന്തി ഇങ്ങനെ തിന്ന വേറെ ലെവൽ. നല്ല പവറാണ് ഈ സാധനം. നിസാരക്കാരനല്ല. ഈ മീനിന്നേ ഒരു കഷ്ണം നമ്മൾ തിന്നിട്ട് ഒരു 6 മണിക്കൂർ 7 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മളോട് ആരടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനടാന്ന് പറയാനുള്ള ഒരു ധൈര്യം ഉണ്ടാവും. അത്രക്കും നമ്മളെ ശരീരം ഈറ്റാക്കിയിട്ട് എത്ര ആള് വന്നാലും നമുക്ക് കയറൂല. അത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഓരോ പീസുകൾ വേറെ ലെവലാണ്. എന്തായാലും ലാസ്റ്റ് കട്ടിങ്ങിലാണുള്ളത്. ഈ വാലിന്റെ പീസ് കിടക്കുന്നതാ ഇത് കമ്മിറ്റിക്കാർക്കുള്ളതാണ്. അതുപോലെ തന്നെ ഞാൻ ഇതിന്റെ തലയുടെ ഭാഗം കമ്മിറ്റിക്കാർക്കുള്ളതാണ്. ബാക്കിയുള്ള ഉണ്ടാക്കുമ്പോൾ നമുക്ക് കിട്ടും. എന്നാലും ഇത് നമുക്ക് ഉറപ്പാണ് ആ ഭാഗം. അതിലൊരു വിട്ടുവീഴ്ചയില്ല. അതിന് വേറെ ആരും അധികാരം പറഞ്ഞിട്ട് വരില്ല. പിന്നെ ഇനിയിപ്പോ അതിന്റെ ചേളയുടെ ഭാഗത്ത് അത് ഏകദേശം ഒരു കുണ്ടമ്പുറത്തിന്റെ വലിപ്പമുണ്ട്. ഇതൊന്നിനും പറ്റൂല. ചെറിയ മീനിന്റെ ചേളൊക്കെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ട് ഒരു പുളിയിട്ടൊരു കറി വെക്കാം. അപ്പൊ എന്റെ കജ്ജ് പിടിച്ച കഷ്ണവും ഈ കിടക്കുന്ന വാലിന്റെ കഷ്ണവും അത് ഞങ്ങൾക്കുള്ളതാണ്. അത് ഞങ്ങളവിടെ നേരെ മാറ്റി വെച്ചിട്ട് നല്ല പുളിയിട്ടിട്ട് കറി വെക്കും. പല പരിപാടിയും ചെയ്യും. പക്ഷേ ഈ മീനൊക്കെ ഭയങ്കര വേവാട്ടോ. എത്ര നേരം ഒരുപാട് നേരം കടന്നു പോകണം. വലിയൊരു മീൻ നേരെക്കണമെങ്കിൽ നല്ല പണിയാട്ടോ. ഈ മീനിന്റെ പണിയെടുക്കുന്ന ആൾക്കാരൊക്കെ സമ്മതിക്കണ പോലെ നല്ല പരിചയം ഉണ്ടാവും. എന്നാലും എന്റെ കജ്ജും കൈപ്പലയൊക്കെ വേറിട്ടു. എന്റെ ഊരുടെ പണിയാണ് കഴിഞ്ഞു. ഇരുന്ന് ഇനി ഈ മീൻ കജ്ജോളെ രാവിലെ മീന്, ഉച്ചക്കും മീന്, രാത്രി മീന്. വേറൊരു കഥയിൽ കരഞ്ഞത് കഴിഞ്ഞിട്ടേ വേറൊന്നിനെ പറ്റി ചിന്തിക്കുള്ളൂ. എന്തായാലും നമുക്കുള്ള 2-3 പീസോടെ മാറ്റി വെച്ചു. ഞാൻ പോവുകയാണ്. ബൈ.